കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആഗമന കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണല്ലോ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. സെക്കൻഡ് സൺഡേ ഓഫ് അഡ്വെൻറ്റ്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ബർത്ത് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഗോഡ്സ് വേർഡ് ചലഞ്ചസ് ദ സ്റ്റാറ്റസ് കോ. തൽസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന ദൈവവചനം. ഇതാണ് നമ്മുടെ പഠന വിഷയം. ഗോഡ്സ് വേർഡ് ചലഞ്ചസ് ദ സ്റ്റാറ്റസ് കോ. ഭൂമിയിലെങ്ങും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയുള്ള സംഭവ വികാസങ്ങളായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമായിട്ടും മക്കളില്ലായിരുന്നു. പിതാവ് സഖറിയ പുരോഹിതൻ യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. മാതാവ് എലിസബത്ത്. ഒരിക്കൽ സഖറിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. സഖറിയാവിനോട് പറഞ്ഞു, സഖറിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇതാണ് ദൈവദൂതൻ സഖറിയ പുരോഹിതനോട് പറഞ്ഞത്. സഖറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സഖറിയ പുരോഹിതൻ മൗനിയായി തീർന്നു. ഒടുവിൽ യോഹന്നാൻ സ്നാപകൻ ജനിച്ചു. 8-ാം ദിവസം അവനെ പരിച്ഛേദന ചെയ്യേണ്ടതിന് അവർ അവനെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൻ്റെ പേര് പോലെ അവന് സഖറിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവൻ്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്തു പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് സഖറിയാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ മൗനിയായിരുന്ന സഖറിയ പുരോഹിതൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്ത പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു.
ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം തുടർന്നുള്ളതാണ്. അതായത് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 67 through 80. ഇവിടെ സഖറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ചില കാര്യങ്ങളെല്ലാം പ്രവചിക്കുന്നു. ഇതൊരു ലിറിക്കൽ പോയമാണ്. ഇതിൻ്റെ പേര് ബെനഡിക്റ്റസ് ഓഫ് സഖറായ എന്നാണ്, അല്ലെങ്കിൽ കാൻഡിക്കിൾ ഓഫ് സഖറായ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ആണ് ആദ്യം ഈ സഖറിയ പുരോഹിതൻ പ്രവചിച്ച് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ബ്ലെസ്സഡ് ബി ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ. അതിൻ്റെ ലാറ്റിൻ ഭാഷയാണ് ബെനഡിക്റ്റസ് ഡോമിനസ് ഡിയോസ് ഇസ്രായേൽ. അതിൻ്റെ ആദ്യത്തെ വാക്ക് ബെനഡിക്റ്റസ് എന്നുള്ളതാണ് ഈ വചനഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേര്, ബെനഡിക്റ്റസ് ഓഫ് സഖറായ. തുടർന്ന് സഖറിയ പുരോഹിതൻ പ്രവചിക്കുകയാണ്, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. ഈ വലിയ ഒരു പ്രവചനമാണ് സഖറിയ പുരോഹിതൻ പ്രവചിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റി തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സ്നാപക യോഹന്നാനെ ദൈവം അയച്ചത് യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ടാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തനിക്ക് വഴിയൊരുക്കുവാൻ, പാത നിരപ്പാക്കുവാനായിരുന്നു സ്നാപക യോഹന്നാനെ അയച്ചത്. അതായത് ജനത്തെ ഒരുക്കുക, പാപത്തിൽ നിന്നും അവർക്ക് ഒരു മാനസാന്തരം കൊടുത്തുകൊണ്ട്, മാനസാന്തര സ്നാനം നൽകിക്കൊണ്ട് അവരെ എല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതായിരുന്നു ഈ സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. ഈ യോഹന്നാൻ ജനിച്ച ശേഷം തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ സഖറിയ പുരോഹിതനെ പാടിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. Praise be to the Lord, the God of Israel, because he has come and has redeemed his people. തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്തു. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ യേശുക്രിസ്തു വരുന്നു. അതിനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. ഇത് പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം, അതായത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുരോഹിതൻ പാടുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു വേഴ്സ് 74, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ അവൻ നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ഓരോരുത്തർ ഭയത്തോടെയാണ് ആരാധന നടത്തുന്നത്, ദൈവത്തെ ഭയക്കുന്നു. പാപം ചെയ്തിരിക്കുന്ന ജനം ദൈവത്തെ ഭയക്കും, തങ്ങൾ പാപികളാണല്ലോ. പക്ഷേ ഇവിടെ ദൈവം മനുഷ്യനെ അത്ര കണ്ട് സ്നേഹിച്ചതുകൊണ്ട്, അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ലോകത്തോട് കൃപ തോന്നിയിരിക്കുകയാണ്.
അങ്ങനെ ദൈവം നമ്മോട് കൃപ തോന്നി യേശുക്രിസ്തുവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ഭയമില്ലാതെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നാം ഇനി ഭയം കൂടാതെ തൻ്റെ മക്കളെപ്പോലെ ദൈവത്തെ ആരാധിക്കാം. അതിനൊരു മുഖാന്തരമാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയത്. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് ദൈവത്തിൻ്റെ കൃപയാലാണ് ഇത് സാധ്യമായത്. അത് നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ ആ കവനൻ്റ് ദൈവം ഓർത്തു. അബ്രഹാമിനോട് ചെയ്ത സത്യം, തൻ്റെ വിശുദ്ധ നിയമം, ഇതെല്ലാം ദൈവം ഓർത്തു. യേശുക്രിസ്തുവിനെ മാനവജാതിയുടെ രക്ഷയ്ക്കായി അവൻ അയച്ചു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് രക്ഷിതാവായിട്ടാണ്. ആരാണ് ഈ ശത്രു? ശത്രുവായ സാത്താൻ. സാത്താൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, അതിനായിട്ടാണ് രക്ഷിതാവായി യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ രക്ഷിതാവായി വന്നു. ഇനി അവൻ വരുന്നത് ഈ ലോകത്തെ ഭരിക്കുവാനാണ്. രാജാധിരാജാവായി അവൻ നമ്മെ ഭരിക്കുവാൻ വരുന്നു. ആ 2 പ്രവചനവും നമുക്കിവിടെ ദർശിക്കാവുന്ന അത്രേ. ഇവിടെ ഏതാണ് പറയുന്നത്? വേഴ്സ് 71. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് സക്കറിയ പുരോഹിതൻ പാടുകയാണ്, നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. തൻ്റെ മകനെ അനുഗ്രഹിക്കുകയാണ്. നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ബ്ലെസ്സിങ് ടു ഹിസ് സൺ ജോൺ. സക്കറിയാവ് തൻ്റെ മകനെ അനുഗ്രഹിക്കുകയാണ്. നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. ദ ഡോൺ ഫ്രം ഓൺ ഹൈ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതിനെല്ലാം കാരണം ഇവിടെ പറയുന്നത് തൻ്റെ ആർദ്ര കരുണയാണ്. ടെൻഡർ മേഴ്സി. ദൈവത്തിന് മാനവജാതിയോട് കരുണ തോന്നിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതിനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. അതിനു മുമ്പായി യോഹന്നാൻ സ്നാപകനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ഒരു പഴയ നിയമവചന ഭാഗമായ 2 കിങ്സ് ചാപ്റ്റർ 22 വേഴ്സസ് 1-13 നാം പഠിക്കുമ്പോൾ അവിടെ ഒരു രാജാവ് നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തെ വെല്ലുവിളിക്കുവാൻ ദൈവവചനം എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് കാണുന്നു. ഈ രാജാവ്
യഹൂദ രാജാവായ യോശിയാവ് ആയിരുന്നു. കിങ്ഡം ഓഫ് ജൂദ ഭരിച്ചിരുന്ന 16ാമത്തെ രാജാവ്. തൻ്റെ മുൻഗാമികളായിരുന്ന മറ്റ് 12 രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല യോശിയാവ്. ദാവീദ് രാജാവിനെ പോലെ ദൈവാശ്രയമുള്ളവനായിരുന്നു. ദൈവഭയത്തോടെ ജനത്തെ നയിച്ചവനായിരുന്നു. തൻ്റെ വാഴ്ചയുടെ 18ാം ആണ്ടിൽ രാജാവ് യെരുശലേം ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ആളുകളെ നിയോഗിച്ചു. റിനോവേഷൻ ഓഫ് ദ ടെമ്പിൾ. അവിടെ ദേവാലയത്തിൽ മഹാപുരോഹിതനായ ഹിൽക്കിയാവ് യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഈ പുസ്തകം രാജാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷാഫാനെ ഏൽപ്പിച്ചു. ഷാഫാൻ ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ഭയന്നുപോയി. പെട്ടെന്ന് ഈ പുസ്തകം രാജസന്നിധിയിൽ എത്തിച്ചു. രാജാവിൻ്റെ സന്നിധിയിൽ ഷാഫാൻ ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. രാജാവും അമ്പരന്നു. അവൻ വസ്ത്രം കീറി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. 2 Kings chapter 22 verses 1 through 13. യോശിയ രാജാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. He was one of Judah's greatest kings. യോശിയ രാജാവിൻ്റെ 18ാം ആണ്ടിൽ രാജാവ് ഷാഫാൻ എന്ന തൻ്റെ രായസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ച് പറഞ്ഞതെന്തെന്നാൽ, നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെല്ലുക. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ. എന്നാൽ ദ്രവ്യം കയ്യേറ്റു വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട. അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെ വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുമാരെയും പണം കൈകാര്യം ചെയ്യുന്നവരെയും നമ്മുടെ ആരാധനാലയങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുമോ? അവർ പണം കൈകാര്യം ചെയ്യുന്നതിൽ എത്രമാത്രം വിശ്വസ്തരാണ്. ഇവിടെ നാം കാണുന്നു, എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട. അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. But they need not account for the money entrusted to them because they are acting faithfully. Verse 8. ഹിൽക്കിയാവ് ഷാഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. അവനത് വായിച്ചു. ഷാഫാൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട്, ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടി ഒഴിച്ചെടുത്ത് യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു. ഹിൽക്കിയാ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. എന്തിനാണ് രാജാവ് വസ്ത്രം കീറിയത്? ഇറ്റ്സ് എ ട്രഡീഷണൽ ആക്ട് ഓഫ് റിവീലിംഗ് ഇന്നർ ബ്രോക്കൺനെസ് ആൻഡ് സ്പിരിച്വൽ ക്രൈസിസ്. ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ചു കേട്ടപ്പോൾ രാജാവിൻ്റെ മനം കലങ്ങി.
താൻ വിചാരിച്ചു, ഇതിലെ പ്രമാണങ്ങളൊക്കെയും അനുസരിച്ച് നടക്കാത്തത് കൊണ്ടായിരുന്നുവല്ലോ തങ്ങളുടെ പിതാക്കന്മാർക്കും തങ്ങളുടെ രാജ്യത്തിനും ഈ ഗതി വന്നത്. ദൈവവഴി വിട്ട് അവർ നടക്കുകയായിരുന്നുവല്ലോ. ഇത് രാജാവ് ചിന്തിച്ചപ്പോൾ തൻ്റെ മനസ്സുലഞ്ഞു. അവൻ വസ്ത്രം കീറി. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പീൻ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായിക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണല്ലോ നാം ഇന്ന് പഠിക്കുന്നത്. ഗോഡ്സ് വേർഡ് ചലഞ്ചിങ് ദ സ്റ്റാറ്റസ് കോ. യഹോവയുടെ ആലയത്തിൽ കണ്ടുകിട്ടിയ ആ ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം രാജാവ് ഒരു തീരുമാനമെടുത്തു. തൻ്റെ ജനങ്ങളെ കൊണ്ടും ഇത് പാലിക്കുവാൻ ഒരു തീരുമാനമെടുത്തു. അത്രയും നാൾ എങ്ങനെയാണോ തുടർന്നു വന്നത്, എങ്ങനെയായിരുന്നുവോ ആ ജനമായിരുന്നത്, അതിനെല്ലാം ഒരു വെല്ലുവിളിയായി ദൈവവചനത്തിൽ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു പ്രചോദനമായിരുന്നു രാജാവിൻ്റെ ഈ നടപടി. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവകൽപ്പനകൾ പ്രമാണിച്ച് നടക്കുവാൻ ദൈവവചനവുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. നിലനിൽക്കുന്ന ഒരു ബന്ധം, എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്സ് വേർഡ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് നാം പഠിക്കുവാൻ പോകുന്നത്. 119 സങ്കീർത്തനം 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. Psalm 119 verses 33 through 40. Praying for God's intervention to enable a lifelong commitment to His word. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. Teach me, O Lord, to follow your decrees. Then I will keep them to the end. Give me understanding, and I will keep your law and obey it with all my heart. Direct me in the path of your commands, for there I find delight. Turn my heart toward your statutes, and not toward selfish gain. Turn away my eyes from worthless things. Renew my life according to your word. Fulfill your promise to your servant, so that you may be feared. Take away the disgrace I dread, for your laws are good. How I long for your precepts. Renew my life in your righteousness. ഇതാണ് ആ പ്രാർത്ഥന. ദൈവമേ, ഒരു ആജീവനാന്ത പ്രതിബദ്ധത നിന്റെ വചനത്തോടുണ്ടായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് വ്യക്തമാക്കുന്നു അടുത്ത വചനഭാഗം. The book of Hebrews chapter 4 verses 12 into 16.
ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറൊളിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇത്ര ആശ്വാസകരമായ വാക്കുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് ജീവനും ചൈതന്യവുമുള്ളതാണ്. ലിവിങ് ആൻഡ് ആക്റ്റീവ്. പ്രാണനെയും ആത്മാവിനെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാകുന്നു. അതെത്രമാത്രമാണ് പ്രാണനും ആത്മാവും ബന്ധപ്പെട്ടിരിക്കുന്നത്, അവിടേക്കത് തുളച്ചു ചെല്ലും. അതുപോലെ സന്ധിമജ്ജകൾ, ബോൺ ആൻഡ് മാരോ, അവിടേക്കത് തുളച്ചു ചെല്ലും. അതുപോലെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും അത് വിവേചിക്കും. For the word of God is living and active, sharper than any double-edged sword. It penetrates even to dividing soul and spirit, joints and marrow. It judges the thoughts and attitudes of the heart. Nothing in all creation is hidden from God's sight. Everything is uncovered and laid bare before the eyes of Him to whom we must give account. Therefore, since we have a high priest, a great high priest, who has gone through the heavens, Jesus, the Son of God, let us hold firmly to the faith we profess. എന്താണോ, ഏത് വിശ്വാസമാണോ നാം പ്രൊഫസ് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, പ്രഘോഷിക്കുന്നത്, അതിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. For we do not have a high priest who is unable to sympathize with our weaknesses, but we have one who has been tempted in every way, just as we are, yet was without sin. യേശുക്രിസ്തു നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഒരു പുരോഹിതൻ എന്താണ് ചെയ്യുന്നത്? ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് പുരോഹിതൻ. ഇവിടെ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്ക് നേരിടുന്ന പരീക്ഷകളും എല്ലാം അവനറിയാം. അതിന് കാരണമുണ്ട്. പാപമൊഴികെ എല്ലാത്തിലും സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസം യേശുക്രിസ്തുവിനറിയാം. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒന്നേ ഉള്ളൂ, ധൈര്യത്തോടെ അവൻ്റെ അടുത്ത് കടന്നു ചെല്ലുക. ദൈവമേ, എന്നെ കൂടെ സ്വീകരിക്കണമേ, എന്നെ കൂടെ നിന്റെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ.
അതുമാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമുക്കുള്ളത് ആ മഹാപുരോഹിതൻ നമ്മുടെ പ്രയാസങ്ങളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, കഴിയുന്നവനാണ്. He is our sympathizing high priest. Let us then approach the throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ ധൈര്യത്തോടെ ആ കൃപാസനത്തെങ്കിൽ കടന്നു ചെല്ലാം. വിത്ത് കോൺഫിഡൻസ്, ധൈര്യത്തോടെ. എത്ര വലിയ പ്രത്യാശയാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, ഈ വചനം എന്തു പറയുന്നു എന്ന് പഠിക്കുന്നവർ, അത് ഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഇത് അനുഭവിക്കുവാൻ കഴിയുക. ഇത് ജീവനും ചൈതന്യവുമുള്ള വചനമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. റിഫർമേഷൻ ടൈമിൽ മാർട്ടിൻ ലൂതർ രചിച്ച ഒരു പവർഫുൾ ആന്തമാണ് എ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗോഡ്. ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 46-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് മാർട്ടിൻ ലൂതർ ഈ ആന്തം രചിച്ചിരിക്കുന്നത്. ശത്രുവിന് ഒരു തരത്തിലും അതിക്രമിച്ച് കടക്കുവാൻ പറ്റാത്ത ഒരു സങ്കേതമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹി ഈസ് ആൻ ഇൻവിൻസിബിൾ ഇൻപെനിട്രബിൾ റെഫ്യൂജ്. പഴയ പാമ്പായ ആ സാത്താനെയും അവൻ്റെ സൈന്യത്തെയും യേശുക്രിസ്തു കാൽവറിയിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്ന നാമും അതിൽ പങ്കാളികളാണ്. നാമും തോൽപ്പിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിലാണ് നാം അതിന് പ്രാപ്തരായത്. വൺ ലിറ്റിൽ വേർഡ് ഷാൽ ഫിൽ ഹിം. ഗോഡ്സ് വേർഡ് ചലഞ്ചസ് ദ സ്റ്റാറ്റസ് കോ. നമുക്ക് പാടാം, എ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗോഡ്. A mighty fortress is our God, a bulwark never failing. Our helper he amid the flood of mortal ills prevailing. For still our ancient foe does seek to work us woe. His craft and power are great, and armed with cruel hate. On earth is not his equal. Did we in our own strength can't fight
Let goods and kindreds go. The small